ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിനെ കാണിക്കുന്നത് നമ്മുടെ ഷെന്നിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. കാരണം അവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണല്ലോ ഷൂക്കിങ്ങിനെ. അപ്പോൾ ഇവൻ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നീ എന്തോ കാണിച്ചത്, നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം എൻ്റെ അടുത്ത് എന്താ ആദ്യം പറയാഞ്ഞെന്ന് പറഞ്ഞിട്ട് മിങ്ങിൻ്റെ അടുത്ത് ചൂടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷൂക്കിങ് പറയണം, ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ്, ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റെന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ ഷെന്നി പറയണം, ഇല്ല എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യെ പിടിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൾ പറയണം, ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ പിടിക്കാൻ പറ്റുന്നു നീ സ്വപ്നത്തെ പോലും വിചാരിക്കണം. മാത്രമല്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കണക്ക് ഒരേ മുഖമായിരിക്കും എന്നും പറഞ്ഞ് ഞാനും ചേച്ചി ഒരേ ക്യാരക്ടറല്ല. മാത്രമല്ല ഞാൻ ഇങ്ങനെ വളരെ സ്നേഹിക്കുന്നത് എൻ്റെ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രണയത്തെ നീ തകർക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും ലാസ്റ്റ് നമ്മൾ ഷെൻ അടങ്ങി പോയിട്ട് പറയുകയാണ്, ശരി നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്ന് ഒഴിഞ്ഞു മാറുവാണ്. ഇനി അന്ന് രാത്രിയാണെങ്കിൽ ഷെന്നിനാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷൂക്കിങ് വന്നിപ്പോൾ ആ ഒരു പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലാണ്. അവളുടെ ഐഡൻറ്റിറ്റി എങ്ങനെയെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവന അപകടമാണ്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് പറയണം, ഇപ്പോൾ പോയ നിങ്ങൾക്കും അപകടമാണ് അവൾക്കും അപകടമാണ്, അതുകൊണ്ട് പോകാൻ നിൽക്കണമെന്ന് തടയുന്ന സമയത്ത് ഇവനും കുറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് പോവാതിരിക്കുവാണ് കേട്ടോ. ഈ സെയിം ടൈമിൽ നമ്മൾ ഷൂക്കിങ്ങിനെ കാണിക്കുക. ഷൂക്കിങ് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു പോയ്സൺ കൊടുത്തോണ്ടാണല്ലോ ഇവന് ഒരു മോൺസ്റ്റർ പോലുള്ളൊരു ക്യാരക്ടർ പുറത്തു വരുന്നത്. അപ്പോൾ അതിനുള്ള മറുമരുന്ന് എന്തുമായാലും ഈ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ കാണും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മുറിയെ കയറിയിട്ട് പ്രൈം മിനിസ്റ്റർ ഇല്ലാത്ത സമയത്തും ഇവൾ നന്നായി തപ്പോട്ടെ. ലാസ്റ്റ് ആ ഒരു മരുന്ന് ഇവളുടെ കയ്യിൽ കിട്ടുവാണ്. ആ സമയത്ത് പെട്ടെന്ന് പ്രൈം മിനിസ്റ്ററും അവർ പ്രൈം മിനിസ്റ്റർ അസിസ്റ്റൻറ്റും കൂടിയിട്ട് ആ റൂമിനകത്തോട്ട് കയറി വരും കേട്ടോ. അപ്പോൾ ഇവളെന്തുമായാലും പെട്ട് ഇവളുടെ കയ്യിലുള്ള ആ മെഡിസിനും കണ്ട് ഇനി അവരെ തട്ടിപ്പറിച്ച് കളഞ്ഞാലോ, അതുകൊണ്ട് ആ ഒരു മരുന്ന് അവളെടുത്ത് അങ്ങ് കഴിക്കുക കേട്ടോ. ഇനി പിറ്റേന്ന് കല്യാണ ദിവസം വരികയാണ്. ഇപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ കല്യാണം മിങ് അതുപോലെ തന്നെ ആ ഒരു കല്യാണപ്പെട്ട് രണ്ടുപേരും കയറി വരും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഷെന്നി മുമ്പേ തന്നെ കുറേ ആൾക്കാരൊക്കെ റെഡിയാക്കി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വരുന്ന സമയത്താണ് ഈ കല്യാണപ്പെണ്ണിൻ്റെ കയ്യും പിടിച്ചിട്ട് ഇത് ഷൂക്കിങ്ങാന്ന് വിചാരിച്ച് ഇവൻ പോകുന്ന സമയത്തും ആ ഒരു കല്യാണപ്പെണ്ണി ഇവനെ നേരെ കുത്താൻ വരും. വേറെ ഒന്നുമല്ല, ഇത് കല്യാണപ്പെണ്ണൊന്നും ഷൂക്കിംഗ് അല്ല, വേറൊരു പെണ്ണായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു പെണ്ണിനെ അടച്ച് കൊന്നുകളയും. ആ സമയത്ത് കറക്റ്റ് പ്രൈം മിനിസ്റ്ററും നമ്മൾ ഷൂക്കിങ്ങിനെയും കൂട്ടി വരും. ശരിക്കും പറഞ്ഞാൽ അവളെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ തടവിൽ വെച്ചേക്കുവാണ്. കാരണം ഇവൾ ഇങ്ങനൊരു ചീറ്റിങ് ചെയ്ത് ഇവൾ വന്ന ഷെന്നിൻ്റെ സൈഡിലാണെന്നുള്ള കാര്യം പ്രൈം മിനിസ്റ്റർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വന്ന് മിങ്ങിൻ്റെ അടുത്ത് പറയണം, നീ വിചാരിച്ച കണക്കൊന്നുമല്ല, ഇവളെൻ്റെ പാലസേ വന്നത് തന്നെ ഇവനുള്ള മരുമരുന്ന് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഷെന്നിനെ ചൂണ്ടിക്കാണിക്കുക. മാത്രമല്ല ഇവൾ നമ്മളെല്ലാവരും ചതിക്കുമായിരുന്നുണ്ടാന്നൊക്കെ പറയുക കേട്ടോ. അപ്പം മിങ്ങിന് ഏകദേശം കാര്യം മനസ്സിലായി. മിങ് അവിടെ നിന്ന് നൈസിന് അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററും അടുത്ത് ചെന്ന് ഷെന്നിന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും നമ്മൾ ഷൂക്കിങ് പറയണം, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എൻ്റെ ലൈഫിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവനെ തടയുവാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, ഇവളുടെ ജീവൻ നിനക്ക് വേണമെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് ചോദിച്ചു ഷെന്നിൻ്റെ അടുത്ത് പറയാം, നിൻ്റെ കാലിൽ നീ തന്നെ നിൻ്റെ കയ്യിലുള്ള വാൾ വെച്ച് കുത്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ജീവനെ ഭിക്ഷ കൊടുക്കാമെന്ന് പറയുന്ന സമയത്തും ഷെന്നിനാണെങ്കിൽ ഇവളുടെ ജീവനാണ് അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അവൻ അത് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ ഷൂക്കിംഗ് ആണെങ്കിൽ കുറേ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്നും. എന്നിട്ട് പോലും അത് കേൾക്കാതെ സ്വന്തം ആ ഒരു വാൾ വെച്ചിട്ട് കാലേ കുത്തിയിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുവാണ്, ഇത്രയും മതിയോ, ഇനിയെങ്കിലും അവളെ വെറുതെ വിടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മൾ ഷെന്നും അതുപോലെ പ്രൈം മിനിസ്റ്ററും ബാക്കിയുള്ളവരും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെയും ഇവരുടെയും പടയാളികളെല്ലാം തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ അതുപോലെ ഷെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയോണ്ട് കുത്താൻ വരും കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നെഞ്ചത്ത് കുത്താൻ വന്ന വാൾ അങ്ങ് നീക്കി പിടിക്കും. പക്ഷേ ഷെന്നിൻ്റെ നെഞ്ചിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വാൾ കയറും കേട്ടോ. മാത്രമല്ല ഈ ഒരു സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ ഷൂക്കിങ് തറയിൽ കിടപ്പുണ്ടാവും. അവൾക്ക് ആ ദേഷ്യത്തിന് അവൾ തറയിൽ കിടക്കുന്ന ഒരു വാൾ എടുത്തിട്ട് പ്രൈം മിനിസ്റ്ററുടെ ബാക്കിൽ തന്നെ ചെന്ന് കുത്തുക കേട്ടോ. അപ്പോഴേക്കും വന്നിട്ട് ഒരു അറിയിപ്പ് വരുവാണ് നമ്മുടെ രാജാവിൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഷൂക്കിങ്ങിൻ്റെ പപ്പ വന്നിട്ട് മുമ്പത്തെ ജനറലായിരുന്നു, ഫെങ് എന്ന പേര്. അപ്പോൾ അയാളെ ചതിച്ചു കൊന്നതും വന്നിട്ട് ഈ ഒരു പ്രൈം മിനിസ്റ്റർ. അത് കേസ് തെളിഞ്ഞ് പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ തന്നെ എൻകൗണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് വരിക. അപ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണ്, എന്നെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല, ഞാനിത് ഈ ഒരു കാര്യം നടക്കുന്നത് എനിക്ക് മുമ്പേ അറിയായിരുന്നു, പക്ഷെ അത് ഈ ഒരു ദിവസമായിരിക്കുന്നത് എനിക്ക് അറിയത്തില്ലെന്നും പറഞ്ഞിട്ട് ആ പ്രൈം മിനിസ്റ്റർ അവിടെ തന്നെ മരിച്ചു വീഴുവാണ്. അപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു, പ്രൈം മിനിസ്റ്റർ മരിച്ചല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷൂക്കിംഗ് ആണ് ഇവനെ കൊണ്ട് മെല്ലെ മെല്ലെ നടക്കുക. കാരണം ഇവൻ്റെ കാലിൽ കത്തിയോണ്ട് കുത്തുള്ളതുകൊണ്ട് ഇവന് ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സമയത്ത് അവിടെ ആരോ ഒരു പുക ബോംബ് ഇടുക എന്ന് വെച്ചാൽ മയക്കി വീഴാനുള്ളത്. ആ ഒരു ഇതിൽ എല്ലാവരും മയങ്ങുക, നമ്മുടെ ഷൂക്കിംഗ് കിടക്കും. പക്ഷെ മയങ്ങാതെ കിടക്കുന്നത് നമ്മുടെ
ജനറൽ മാത്രമാണ്. ആ സമയത്ത് നമ്മുടെ ഷൂക്കിങ്ങിനെ വന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് മിങ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബാക്കി കുറേ പേരെ മിങ് വന്ന് ഇവൻ്റെ സൈഡാക്കിയിട്ടുണ്ട്. ഇവനൊരു കല്യാണ ചെറുക്കൻ്റെ രൂപത്തിൽ അവിടെ റെഡിയായി നിൽക്കുക. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഷെന്നിനെ ഒരു കസാരയിൽ കെട്ടിയിട്ടേക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരുത്തിയേക്കുവാണ്. നമ്മൾ ഷൂക്കിങ്ങിനെ ആണെങ്കിൽ മിങ്ങിനെ കല്യാണം കഴിക്കാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഷൂക്കിങ് ആണെങ്കിൽ കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് അയാളെ കയ്യിലെ കത്തി വെച്ചിട്ട് നമ്മൾ ഷെന്നിൻ്റെ തുടയെ തന്നെ കുത്തിയിട്ട് അവനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. എന്നിട്ട് പറയണം, ഷെന്നിനെ വെറുതെ വീഴണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവണമെന്ന് മിങ് വന്ന് ഷൂക്കിങ്ങിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഷൂക്കിങ്ങിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സില്ല, പക്ഷെ ഷെന്നിനുള്ള അവളുടെ അത്രയും ഒരു സ്നേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മൾ ഇതിപ്പം പറയുകയാണ്, ശരി കല്യാണത്തിൻ്റെ ആ ഒരു ചടങ്ങ് പൂർത്തിയാണെങ്കിൽ വൈൻ കഴിക്കണം നമ്മൾ രണ്ടുപേരും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വൈൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുന്ന സമയത്ത് ഇവൾ കുടിക്കാൻ നിൽക്കത്തില്ല. പകരം ഇവളെ തലയിലൊരു ഹെയർ പിന്ന് കാണുമല്ലോ, ആ പിന്ന് എടുത്തിട്ട് ഇവന് നെഞ്ചത്ത് തന്നെ കുത്തുക കേട്ടോ. അപ്പോൾ ഇവനും മരിച്ച പോലെയൊക്കെ ചെന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവൾ വിചാരിക്കത്തേയും എല്ലാ പ്രശ്നം തീർന്നു. അപ്പോഴാണ് മിങ്ങി ചിരിക്കാൻ തുടങ്ങുന്നത്. വേറെ ഒന്നുമല്ല, ഇവൻ ഇതെല്ലാം മുൻകൂട്ടി തന്നെ പ്രതീക്ഷിച്ചിട്ട് നെഞ്ചത്ത് വേറൊരു സാധനം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്നും കുത്തിയാൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷൂക്കിങ്ങിൻ്റെ അവസാന പ്രതീക്ഷയും മാറി കേട്ടോ. അപ്പോൾ ഇവനെ നെഞ്ചത്ത് കുത്തി തന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു അസിസ്റ്റൻറ്റ് ചെറുക്കൻ വന്നിട്ട് കത്തി വെച്ചിട്ട് നമ്മൾ ഷെന്നിൻ്റെ നെഞ്ചത്ത് ഒറ്റ കുത്തം കുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ഷൂക്കിങ്ങിനെ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇവൾക്കാണെങ്കിൽ നിസ്സഹായതയായിട്ടുള്ള അവസ്ഥയാണ്, ഒന്നും തിരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ മിങ്ങിൻ്റെ കൂടെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് ഷൂക്കിങ്. അങ്ങനെ അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിന് കേട്ടോ. ഫസ്റ്റ് നൈറ്റിന് വെച്ചിട്ട് ഇവന് മിങ്ങിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെന്നിൻ്റെ അടുത്ത്. അപ്പോൾ അവൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നു എന്നിട്ട് അവനെ അവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുക. നമ്മൾ ഷെന്നിനാണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ. മാത്രമല്ല ഷൂക്കിങ്ങിന് എന്തോ വേണ്ട, ഇനി മരിച്ചാൽ മതി അങ്ങനെയുള്ള അവസ്ഥയിൽ ആ പെണ്ണ് എത്തി നിൽക്കുവാണ്. എന്നിട്ട് മിങ്ങ് പറയാണ് ഷെന്നിൻ്റെ അടുത്ത്, നീ ഇപ്പം നോക്കിക്കോ, നിനക്ക് വന്നിട്ട് ഞാനൊരു പോയിസൺ തരാൻ പോകാൻ വേണ്ടിയിട്ട് ഇവന് പോയിസൺ കൊടുക്കാൻ പോകട്ടെ. അപ്പോൾ ഷൂക്കിങ് തടയുവാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്ക് പോയിസൺ ഇവന് കൊടുക്കണ്ടെങ്കിൽ നീ നിൻ്റെ ഡ്രസ്സെല്ലാം ഊരാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ വേറെ വഴിയില്ല, ഷെന്നിനെ രക്ഷിക്കണമെങ്കിൽ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പോയിസൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മേല് മൊത്തം നമുക്ക് ഒരുമാതിരി ഒരു വണ്ടുകളും പ്രാണികളും വന്ന് കടിക്കുന്ന പോലെ ഉണ്ടാവും, എന്ന് വെച്ചാൽ കൊല്ലാതെ കൊല്ലുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് ഇവളെ നിനക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഇവളെ ഓരോ ഡ്രസ്സായിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഷെന്ന് പറയും, നീ അങ്ങനെ ചെയ്യലടി, നീ അങ്ങനെ ചെയ്യല, എന്നെ അവൻ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, നീ അത് മൈൻഡ് ചെയ്യണം, നീ ചെയ്യേണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും ഇവളിതൊന്നും കേൾക്കുന്നില്ല. ഷെന്നിൻ്റെ ജീവനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ലാസ്റ്റ് ഷൻ ചോദിക്കണം, ഞാൻ നിനക്ക് എന്തോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, നീ അവളെ വെറുതെ വിടുന്നു പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് മിങ്ങ് പറയണം, എന്ത് വേണം ചെയ്യുമോ, എന്നാൽ എൻ്റെ കാല് പിടിച്ച് കെഞ്ചുമോ, നീ എൻ്റെ അടുത്ത് നീ ബെഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഷൂക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ അത്രയ്ക്കധികം അവൻ്റെ അടുത്ത് ബെഗ് ചെയ്യും, ഞാൻ കാല് പിടിക്കാം, ഞാൻ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബെഗ് ചെയ്യും കേട്ടോ. ആ സമയത്താണ് നമ്മൾ ലാസ്റ്റ് ഷൂക്കിങ്ങിന് പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഷെൻ ഇത്രയും ബെഗ് ചെയ്തുകൊണ്ട് മിങ്ങാണെങ്കിൽ ഒരു സൈക്കോ പോലെയാണ്, അവൻ്റെ മനസ്സ് പെട്ടെന്ന് മാറുക. അപ്പോൾ അവൻ പറയുകയാണ്, ശരി നീ ഇത്രയും ബെഗ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഷൂക്കിങ്ങിനെ വെറുതെ വിടുവാണ്. ഇനി പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് കേട്ടോ, ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഷെന്നാണ്. ആ ഒരു പൊസിഷനോട് മിങ്ങിന് കിട്ടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പവർ കിട്ടിയ പോലത്തെ അവസ്ഥയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെന്നിൻ്റെ അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ ഷൂക്കിങ് വന്നിട്ട് ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റിന് സൈൻ വന്നിട്ട് ഇവർക്കൊക്കെ കൈരേഖ പതിപ്പിക്കുന്നത്, അത് ബ്ലഡ് വെച്ച കൈരേഖ പതിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഷെന്നിൻ്റെ കൈ മുറിച്ച് ചോര വരുത്തിയിട്ട് അതുവഴി കൈരേഖ പതിപ്പിക്കുവാണ് നമ്മുടെ മിങ്. ഇതെല്ലാം കൂടി കാണുന്ന സമയത്ത് ഷൂക്കിങ്ങിന് ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഷൂക്കിങ് മനസ്സ് മടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കണം, നിനക്ക് ടൈഗർ ടോക്കിന് വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്ത്, അത് തന്നാൽ നീ ഷെന്നിനെ വെറുതെ വിടുകയും ചെയ്യുന്ന സമയത്ത് അവനെ ഓക്കെ എന്ന് പറയാം. മാത്രമല്ല അവരുടെ ആ ഒരു ഹട്ട് ഉണ്ടല്ലോ, ആ ഒരു വീട്, അവിടെ നിന്ന് ഇവള് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണാം. അപ്പോൾ അതിനകത്ത് ഇവളുടെ ഓൾറെഡി വളർത്തച്ഛനെടുത്ത് വെച്ച കുറച്ച് ബുക്സും ലെറ്റേഴ്സും എല്ലാം അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അവളെടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ടൈഗർ ടോക്കൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് മിങ്ങിന് കാണിച്ചു കൊടുക്കാതെ ഇവള് ഒളിപ്പിച്ചാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയണം, ഒരു മരുന്നുണ്ട്, ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചിട്ടു, അത് വെച്ച് ഞാൻ ഒരു മരുന്നുണ്ടാക്കി ആ ഒരു ഓയിൽ തടവി കഴിഞ്ഞാൽ ടൈഗർ ടോക്കൻ ആക്ടിവേറ്റ് ആവും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മിങ്ങും അതെല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ. ഇവളാണെങ്കിൽ നൈസിന് തടവുന്നുണ്ട്, പക്ഷേ ഇവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ഡൗട്ടിലുണ്ട്. ഇവൻ ഓടിച്ചെന്ന് ആ ഒരു സംഭവം എടുത്തിട്ട് നോക്കുക കേട്ടോ. ഇവൾ തടയുമ്പോഴേക്കും ഇവൻ നോക്കും. വേറെ ഒന്നുമല്ല, ഇവൾ വന്നിട്ട് ഒന്നാവണം, ഹസ്ബൻഡുമായിട്ട് ഒന്നായെങ്കിൽ മാത്രമാണ് ഈ ഒരു ടൈഗർ ടോക്കൺ വന്ന് ആക്ടിവേറ്റ് ആവും. അപ്പോൾ മിങ്ങ് ഭയങ്കര സൈക്കോ അല്ല, അവന് അപ്പോഴേ ആ ഒരു ടൈഗർ ടോക്കൺ ആക്ടിവേറ്റ് ചെയ്യണം. ആരാണ് ഇവളുടെ കൂടെ ഒന്നാവുന്നത് അയാൾക്കാണ് ഈ ടൈഗർ ടോക്കൻ്റെ അവകാശം മൊത്തം. അപ്പോൾ അതിനുവേണ്ടി മിങ്ങ് ഇവളോട് തെറ്റായിട്ട് നിൽക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ തീരുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലൊരു പിന്നുണ്ട്, അക്യുപഞ്ചറിൻ്റെ പിന്ന് പോലത്തെ, ആ സംബന്ധിച്ച് കഴുത്തിൻ്റെ ബാക്കിലൊരു കുത്തു കൊടുക്കണം. അതിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലാണെങ്കിൽ ഇവളിന് വന്നിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യം നടക്കുന്ന പോലെ തന്നെ ഇവനൊരു സ്വപ്നം പോലെ വരും.
എന്നുവെച്ചാൽ റിയാലിറ്റി അല്ല, സ്വപ്നം പോലെ ഈ ഒരു സംഭവം നടക്കുന്ന പോലെ ഇവൻ കാണും. ഇവനൊരുമാതിരി ഒരു അബോധാവസ്ഥയിൽ നമ്മൾ ബോധമരുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ നമുക്ക് തോട്ട്സ് കയറത്തില്ല, അതുപോലെ. പക്ഷെ ഇത് റിയലായിട്ട് നടന്നോ ഇല്ലെന്നുള്ള കാര്യം ഇവന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവനവിടെ കിടന്നിട്ട് ഇവളുടെ കൂടെ തെറ്റായിട്ട് നിൽക്കുക എന്നുള്ള ബോധത്തിൽ തന്നെ ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ മെതന്നുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ഇവള് വന്നിട്ട് ഷെന്നിനെ കാണാൻ പോയിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയുകയാണ് ടൈഗർ ടോക്കനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യം എനിക്ക് കിട്ടി, ഇത് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്ന അവർക്ക് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് ഒന്നാവട്ടെ. അപ്പോൾ അവരുടെ പ്രണയം അവിടെ വെച്ചിട്ട് പൂർത്തിയാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് ഷെന്നു ഹാപ്പിയാണ്, ഇവള് ഹാപ്പിയാണ്. വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിങ്ങ് സ്വപ്നത്തിലായതുകൊണ്ട് ഇവർക്ക് അത്രയും നേരം പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇവള് പറയുകയാണ്, ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു സ്ഥാനം പോയില്ലേ, സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം എനിക്ക് അതൊന്നും പ്രശ്നമില്ല, നിൻ്റെ കൂടെ ഒരു നോർമലായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ജീവിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവനൊരു മയക്കുമരുന്ന് പോലെ സംഭവം കൊടുത്തിട്ട് ഇവനെ മയക്കി കെടുത്തിട്ട് ഒരു സംഭവം ചെയ്യുമോ, വേറെ ഒന്നുമില്ല, ഇവൻ്റെ കയ്യിലുള്ള പോയ്സൺ വന്ന് ഇവന് കൊടുക്കാൻ പറ്റില്ല മരുന്ന്, ഈ മരുന്ന് ഇവളല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഇവളുടെ ബോഡിയിലാണ് ആ ഒരു പോയ്സൺ കളയാനുള്ള സംഭവം ഉള്ളതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവള് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ട് ഇവള് ബ്ലഡ് വന്നിട്ട് ഇവൻ്റെ ശരീരത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇവൻ്റെ ആ പോയ്സൺ വന്ന് കംപ്ലീറ്റ്ലി ക്യൂർ ആയി കഴിഞ്ഞാൽ ഇവന് നല്ലപോലെ പവർഫുൾ ആവും, ഇവന് നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പോയ്സൻ്റെ ഇതുകൊണ്ടാണ് ഇവന് കറക്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ കംപ്ലീറ്റ് ആയിട്ടും. അപ്പോൾ അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം കഴിയുന്ന സമയത്ത് മിങ്ങ് ഒക്കെ ഉണർന്ന് അപ്പോൾ അവൻ വന്നിട്ട് ആ ഒരു പാലസിൽ ആ ഒരു സഭയുടെ മുന്നിരിക്കുന്ന സമയത്ത് ഇവൾ അങ്ങോട്ട് വരിക കേട്ടോ. എന്നിട്ട് പറയുകയാണ് എൻ്റെ ഈ ടൈഗർ ടോക്കൺ ഇങ്ങനെ ആക്ടിവേറ്റ് ആയെന്ന്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ എന്തുവാണ്, ഇവൻ കാരണമാണ് ഇത് ആക്ടിവേറ്റ് ആയെന്നല്ലേ. അപ്പോൾ ഇവൻ്റെ സന്തോഷം സംസാരിക്കുമ്പോൾ ചോദിക്കും ഓ അപ്പോൾ നിനക്ക് ടൈഗർ ടോക്കിന് വേണ്ടിയാണ് നീ എൻ്റെ അടുത്ത് ഇത്രയും കാലം അടുത്ത് പെരുമാറിയതിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം അയ്യോ അങ്ങനെയൊന്നുമല്ല എന്ന്. എന്നിട്ടുള്ള ഒരു സംഭവം പറയുകയാണ് എന്നാലേ നീ വിചാരിച്ചതെല്ലാം തെറ്റി, നീ കാരണമല്ല ഈ ഒരു ടൈഗർ ടോക്കൺ ആക്ടിവേറ്റ് ആയത്, അത് വന്ന് ആ ഷെന്ന് കാരണമാണെന്ന് പറയട്ടെ. അപ്പോൾ ഇവന് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ഇവള് പറയും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ എല്ലാം തന്നെ അവനുള്ളതാണ്, നിനക്കൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ഭയങ്കര ഇതിലൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ വന്ന് ഇവളെ കൊല്ലാനായിട്ട് വരും. അപ്പോൾ ഇവള് പറയും നീ എന്നെ കൊന്നോ, പക്ഷേ എന്നെ കൊന്ന ടൈഗർ ടോക്കണും അതിൻ്റെ കൂടെ ഇല്ലാതാവും, അതാണ് നിനക്ക് വേണ്ടെങ്കിൽ കൊല്ലാൻ പറയുന്ന സമയത്ത് ഇങ്ങനാണെങ്കിൽ ഇവളെ കൊല്ലാനും പറ്റത്തില്ല കേട്ടോ. ലാസ്റ്റ് ഇവൻ പറയണം ഓക്കെ എന്നാൽ ഞാൻ ഷെന്നിനെ കൊല്ലാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയണം നിനക്ക് എന്താ ഈ ടൈഗർ ടോക്കൺ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വെറുതെ വിടുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവനും പറയും ശരി ടൈഗർ ടോക്കൺ തന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ, എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈഗർ ടോക്കൺ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനറൽ ഫെങ് ഉണ്ടായിരുന്നില്ല, ആളുടെ പഴയൊരു ട്രൂപ്പുണ്ട്, അതിൻ്റെ ഇതും കൂടി ഇവന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലും സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡായിട്ട് ഇവന് മാറും. ഈ ടൈഗർ ടോക്കൺ ഉണ്ടെങ്കിൽ ഇവനത് ഇതാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവളെന്തെന്ന് വെച്ചാൽ ഒരു കത്തി വെച്ചിട്ട് ആ ഒരു സ്കിന്നുണ്ടല്ലോ അതിനകത്ത് കുത്തി കിഴിച്ച് ആ ഒരു ടൈഗർ ടോക്കൺ എടുത്ത് അവൻ്റെ കൊടുക്കുക. അപ്പോൾ ഇവനാണെങ്കിൽ ദൈവമേ ലോകത്തിൽ എന്തോ ഒരു വലിയ സംഭവം കിട്ടിയ കണക്കാം, ഇനി ഞാനായിരിക്കും ഷെന്നിനേക്കാൾ വലുത്, ഷെന്നെന്നല്ല ഈ ലോകത്തിലുള്ള ഒരു ജനറൽസിന് ഇത്രയും നല്ല പവർ കിട്ടിക്കാണത്തില്ലെന്നും പറഞ്ഞിട്ട് ഇവനങ്ങനെ കിടന്നിട്ട് അങ്ങ് ആർമാദിക്കുന്ന സമയത്താണ് ഈ ടൈഗർ ടോക്കൺ പെട്ടെന്ന് മറഞ്ഞു പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ടെൻഷനാവുക. അപ്പോൾ ഇവളൊരു സത്യം പറയാണ് ഇത് എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം മാത്രമാണ് ആ ഒരു ടൈഗർ ടോക്കന് വിലയുള്ളത്, അല്ലാത്ത കാലത്തോളം അതിനൊരു വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവനത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഇവൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം മറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഓൾറെഡി ഷെന്നാണല്ലോ ഈ ഒരു ടൈഗർ ടോക്കനെ ആക്ടിവേറ്റ് ചെയ്തത്, അതുകൊണ്ട് അവൻ്റെ ഭാഗത്താണ് എല്ലാ ട്രൂപ്പും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അവരുടെ പടയാളികളും എല്ലാം തന്നെ അങ്ങോട്ട് വരുവാണ്. മിങ്ങിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും പടയാളികൾ ഇനി വന്നിട്ട് ഷെന്നിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ അവൻ ഇത്രയും കാലം ചെയ്തു വെച്ച എല്ലാ കാര്യവും വന്നിട്ട് പാഴായി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഷെന്ന് വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയണം നീ എന്താ വിചാരിച്ചത് എനിക്ക് നിന്നോട് സ്നേഹവും ഇല്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുവാണ്. വെച്ചാൽ കാരണം ഇവനെന്ന് വെച്ചിട്ട് ഒരു ഹാർട്ട് ഡിസീസും ഉണ്ട് ചെറുപ്പം തൊട്ട് മിങ്ങിന്. അതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും ഇതെല്ലാം പഠിക്കുവാണെങ്കിൽ മാർഷൽ ആർട്സോ അല്ലെങ്കിൽ ചെസ്സുകളിൽ എന്തിലെങ്കിലും നിൽക്കുവാണെങ്കിൽ രാജാവ് എന്തുവായാലും ഇവനെ കമ്പൽ ചെയ്ത് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പോസ്റ്റിൽ വയ്ക്കും. അത് ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഇവന് ഓക്കെ ആവത്തില്ല. അതുകൊണ്ടാണ് ഷെന്ന് ഇവനെ ഓരോ കാര്യത്തു നിന്നും പിടിച്ചു മാറ്റുന്നത്, അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവൻ തെറ്റിദ്ധരിച്ചത് ഷെന്നിൻ്റെ അത്ര ലെവലിൽ ഇവൻ വരരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം വന്നിട്ട് ഷെന്ന് വന്നിട്ട് മിങ്ങിനെ ബോധിപ്പിക്കാൻ നോക്കുന്നെങ്കിലും മിങ് അത് വന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഷെന്നിനെ കൊല്ലാനായിട്ട് മുതിരുവാട്ടോ. ആ സമയത്തും അവിടെയുള്ള ഒരു പടയാളി ഇവൻ്റെ കഴുത്തറുത്തിട്ട് അവിടെ വെച്ച് തന്നെ മിങ്ങിനെ കൊല്ലുവാണ്. അങ്ങനെ ലാസ്റ്റ് ഇവരുടെ ആ ഒരു ഇതും കൂടി ഇതാവുക. അപ്പോഴേക്കും പാവം നമ്മുടെ ഷൂക്കിങ്ങിനാണെങ്കിൽ ഒട്ടും വയ്യ, കാരണം ബ്ലഡ് ഭയങ്കരമായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇവള് വന്നിട്ട് മയങ്ങി വീഴാൻ നിൽക്കുന്ന സമയത്ത് ഷെന്നാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഡോക്ടർ ഇവളെയൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയണം ഇവിടെ ഇനി എത്ര ദിവസം എടുക്കും മയക്കത്തിന് ഇനി എണീക്കത്തേ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ ജീവനുണ്ട്, അത് എന്താണെങ്കിലും നിങ്ങൾ നല്ലപോലെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവൾക്ക് കൊടുക്കുന്ന മെഡിസിൻ എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ.
ഇനിയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സീൻ കട്ടായ കുറേ ദിവസം കഴിഞ്ഞ് കാണിക്കുവാണ്. ഇപ്പോൾ വന്ന് ഷെൻ ഒരു നോർമൽ ലൈഫിലേക്ക് ഇവളെ കൊണ്ടുവന്നേക്കും. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നോർമലായിട്ടുള്ളൊരു മാരീഡ് ലൈഫ് ഇവർക്ക് ഇതാക്കണം എന്ന്. അപ്പോൾ അതിന് വേണ്ടി അന്ന് ഇവർ സംഭവം മേലോട്ട് എറിഞ്ഞ് കാണുമല്ലോ മരത്തിൻ്റെ മണ്ടയൊക്കെ. അപ്പോൾ അതിലിവിടെ എഴുതിയിരിക്കുന്നതും ഞങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരു വെഡ്ഡിങ് ലൈഫ് കിട്ടത്തില്ലയോ, മാരേജ് ലൈഫ് കിട്ടത്തില്ലയോ എന്നായിരിക്കും. അപ്പോൾ ഇവൻ വന്നിട്ട് ഇവളിങ്ങനെ മയങ്ങിയിരിക്കുക. അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ ആഗ്രഹം പോലെ ഇപ്പോൾ ഞാൻ വന്നു, പക്ഷെ നീ ഇപ്പോൾ വന്നിരിക്കുന്നില്ലല്ലോ, പിന്നെ ഒന്നും കൂടി നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവളുടെ കൈ അനങ്ങുവാണ്. അങ്ങനെ നമ്മൾ ഷൂക്കിങ് വന്നിട്ട് കുറേ ദിവസം ഓർക്കുന്നതിന് ശേഷം എണീക്കുവാണ്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുകയാണ്, യെസ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു ഡ്രാമ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.